നമസ്കാരം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ്. വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. വിവിധ രാഷ്ട്ര നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഘടകകക്ഷികളിൽ നിന്നുൾപ്പെടെ ഏതാനും മന്ത്രിമാരും നാളെ മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്നും സുരേഷ് ഗോപി മന്ത്രിയായേക്കും. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അന്തിമ തീരുമാനം ഒന്നുമായിട്ടില്ല. എന്നാൽ സുരേഷ് ഗോപിക്ക് വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതിനോടൊപ്പം തന്നെ മോദിയെ BJP പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തിട്ടുമുണ്ട്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ നേതാവായി നിർദ്ദേശിച്ചത്. മാത്രമല്ല, അമിത്ഷാ, നിതിൻ ഗഡ്കരി എന്നിവർ ഇതിനെ പിന്താങ്ങുകയും ചെയ്തിരുന്നു. NDA നേതാക്കളായ N ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, പവൻ കല്യാൺ, ചിരാഗ് പാസ്വാൻ, അനുപ്രിയ പട്ടേൽ, ജിതൻ റാം മാഞ്ചി എന്നിവരും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അംഗങ്ങൾ മോദി മോദി എന്നുള്ള ആരവം ഇവിടെ മുഴക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ മറ്റൊരു പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കരുത് എന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫോൺ കോൾ വരും എന്നുമാണ് NDA യോഗത്തിൽ മോദി MP-മാരോട് പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളിലടക്കം മന്ത്രിസ്ഥാനത്തെ പറ്റിയുള്ള തെറ്റായ വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് മോദിയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുത് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് മോദി MP-മാർക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം യോഗത്തിന് മുൻപ് മോദി സെൻട്രൽ ഹാളിലെ ഭരണഘടനയിൽ തൊട്ട് വണങ്ങുകയും ചെയ്തിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യവും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. BJP പാർലമെന്ററി പാർട്ടി യോഗം പ്രത്യേകം വിളിക്കാതെ NDA യോഗം മാത്രമാണ് ചേർന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. നിലവിൽ എന്തായാലും മോദിയുടെ ഭാഗത്ത് നിന്നും വളരെ കൃത്യമായ സന്ദേശമാണ് MP-മാർക്ക് നൽകിയിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലെയും BJP-യുടെ MP-മാരെ ചുറ്റിപ്പറ്റി പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കാം എന്ന തരത്തിൽ അതത് സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുടെ ആവശ്യമേ ഇല്ല. മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഫോൺ കോൾ വന്നുകൊള്ളും എന്നാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. മോദിയുടെ ഈ പ്രതികരണത്തിൽ നിന്നും ഒരു കാര്യം കൂടി വായിച്ചെടുക്കാൻ സാധിക്കും. BJP കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.